യാതൊരു പ്രശ്നമില്ല. മതപരമായിട്ടൊരു കമ്പൽഷനും ആർക്കില്ല. മതത്തിലൊരു നിർബന്ധമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. അവരവർക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾ നിന്നു. പരിശുദ്ധ ഖുർആൻ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, ചെറിയ കാര്യങ്ങളൊന്നും അല്ല. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പോകുമ്പോൾ സാധാരണ ഓതി കേൾക്കാറില്ല സൂറത്തില്ലേ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത്. ഞാൻ എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചതെന്ന് നീ കാണുന്നില്ലേ? വലിയ ചോദ്യമാണ് ചോദിക്കുന്നത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവു പകലുകൾ മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അമ്മ യതസാഅലൂന അനിൻ നബാഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാസ യഅലമൂന സുമ്മ കല്ലാസ യഅലമൂൻ അലം നജ്അലിൽ അർദ മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത വജഅൽനാ ലൈല ലിബാസ വജഅൽനാ നഹാറ മഹാസ. എന്താണ് ആ സത്യനിഷേധികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയ കാര്യങ്ങളെ കുറിച്ചാണ്. ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഭൂമിയെ സൃഷ്ടിച്ചു തന്നില്ലേ, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കുണ്ടാക്കി തന്നില്ലേ, മേഘവാളികളിൽ നിന്ന് മഴ തരുന്നില്ലേ, ഫലവൃക്ഷത്തോട്ടങ്ങൾ മുളപ്പിച്ചു വരുന്നില്ലേ, എന്നിട്ടും എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? വലിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മൾ പക്ഷേ പല കാര്യങ്ങളും ആലോചിച്ച് ജുമായതൊന്നും കഴിഞ്ഞിട്ടിയാണ്. ഒട്ടകം എങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ല, അടിയന്തരമായിട്ട് വീട്ടിൽ പോയി ബീഫും ചോറും അടിക്കണം എന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ കൈപ്പൊലിക്കത്ത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ പോലെ ഞാൻ എന്താ പോകുന്നതാണ്. ഒട്ടകം എങ്ങനെ സൃഷ്ടിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. അതുപോലെ വലിയ കാര്യങ്ങളാണ് ഖുർആനൊക്കെ പറയുന്നത്. അതുപോലെ വലിയ കാര്യങ്ങളാണ് യേശു പറയണേ, ബൈബിളിൽ പറയണേ അല്ലേ? ജെറൂസലേമേ ജെറൂസലേമേ, നിന്റെ നേർക്ക് അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും പ്രവാചകന്മാരെ കൊല്ലുകയും ചെയ്യുന്നവളെ, നിനക്ക് ആ കഷ്ടം. കോഴി തന്റെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, പക്ഷേ നിനക്കോ മനസ്സായില്ല. നിന്റെ ആത്മാവ് ശൂന്യമായി തീരുന്നതാണ്. നിന്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ, അവരെ സംരക്ഷിക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, ഞാൻ എത്ര പറഞ്ഞു, പക്ഷെ നിനക്ക് മനസ്സായില്ല, നീ ഞാൻ തയ്യാറായി വന്നില്ല. അതുകൊണ്ട് നിന്റെ ആത്മാവ് ശൂന്യമായി തീരുന്നതാണ് അല്ലേ? അതുപോലെ വലിയ കാര്യങ്ങൾ തന്നെയാണ് ഈ വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പറയുന്നത്. അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഗോദാനം രത്നദാതമം എന്നാണ് ഋഗ്വേദം എന്ന് പറഞ്ഞ ലോകത്തിലെ എഴുതപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം. 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഒന്നാമത്തെ വരിയാണ്. ഈ കരിക്കട്ടകളെ പോലും അഗ്നിയായി ജ്വലിപ്പിക്കുവാൻ സാധിക്കുന്ന, രത്നത്തെ പോലെ പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്ന ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. ബ്രഹ്മം അദൃശ്യമാണ്, പ്രപഞ്ചം ദൃശ്യമാണ്. അദൃശ്യമായ ബ്രഹ്മത്തിൽ നിന്ന് ദൈവം, അദൃശ്യമായ ബ്രഹ്മത്തിൽ നിന്ന് ദൃശ്യമായ പ്രപഞ്ചം ഉണ്ടായി. അദൃശ്യമായ ബ്രഹ്മത്തിൽ നിന്ന് ദൃശ്യമായ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷവും ബ്രഹ്മം പണ്ടേ പോലെ പൂർണ്ണം, അതിലൊന്നും കുറവില്ല. കാരണം എന്താ? ദൈവം പൂർണ്ണനാണ്. ദൈവം പൂർണ്ണനാണ്. എവിടെ കുഴപ്പം? എന്ത് കുഴപ്പം നിങ്ങൾ പറയുന്നത്? ഒരു തെറ്റും ആരും തമ്മിലില്ല. എല്ലാവരും സ്നേഹത്തിനും സന്തോഷത്തിനും കഴിയും. നമ്മൾ ഒരുമിച്ച് നിന്നാൽ രാഷ്ട്രീയത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. മതത്തിന്റെ പേരിലുള്ള പൗരത്വം ഒരു രാജ്യത്തുമില്ല, ഉണ്ടാകാൻ പാടില്ല. എല്ലാ മതവിശ്വാസികളും ഓരോ രാജ്യം ഉണ്ടാക്കി പോയാൽ ക്രിസ്ത്യാനികൾ 300 കോടി ഉണ്ട്. ഈ 300 കോടി ആൾക്കാരെ ഒരു രാജ്യത്ത് ഒതുങ്ങുമോ? ലോകത്താകെ 300 കോടി ക്രൈസ്തവരുണ്ട്, 130 കോടി മുസ്ലിങ്ങളുണ്ട്. 3 കൊല്ലാണ് യേശുക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാം നുബുവത്ത് കിട്ടിയിട്ട് പ്രബോധനം നടത്തിയിട്ട് 3 കൊല്ലാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലാണ്. നമുക്ക് 130 കോടി ആൾ ഇപ്പോൾ കൂടെ ഉണ്ട്. മറ്റവർക്ക് 300 കോടി ആൾക്കാരുണ്ട്. ഈ ഹിന്ദുക്കൾക്ക് 91 കോടി ആൾക്കാരുണ്ട് ലോകത്തിൽ. അതിലൊക്കെ നമ്മൾ ന്യൂനപക്ഷം ഭൂരിപക്ഷം ഒക്കെ നോക്കിയിട്ട് എന്താ കാര്യം? ഒരാൾ പോലും, ഗാന്ധിജി എന്താ പറഞ്ഞത്, അവസാനത്തെ ആളിന്റെ കണ്ണുനീര് പോലും തുടക്കലാണ് ലക്ഷ്യം. അതിനാണ് ഭരണഘടന, അതിനാണ് സ്വാതന്ത്ര്യം എന്നാണ്. സമസ്ത ലോകവും ജീവജാലങ്ങളും സുഖമായിരിക്കട്ടെ എന്ന്, എല്ലാവരും ജീവജാലങ്ങളും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഒക്കെ സുഖമായിരിക്കട്ടെ എന്ന്. അയം നിജ പരോവേദി ഗണന ലഘു ചേതസാം ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബകം എന്നാണ്. സ്വജനമെന്നോ അന്യനെന്നോ മനുഷ്യരെ വേർതിരിച്ച് കാണുന്നവൻ അല്പനാണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ് ഉത്തമൻ എന്നാണ് ഹിന്ദുമതം പറയുന്നത്. എന്താണ് ഇസ്ലാം? എന്താണ് ഇസ്ലാം? തൊപ്പിയാണോ? തലീക്കെട്ടാണോ? താടിയാണോ? നടപ്പാണോ? ഇരിപ്പാണോ? കാണുമ്പോൾ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഖൈറാക്കട്ടെ, ജസാഖല്ലാഹ് ഖൈർ, റാഹത്തല്ലേ എന്ന് ചോദിക്കലാണോ ഇസ്ലാം? അതുകൊണ്ട് ഇസ്ലാം ആവോ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. ദൈവം ഒന്നാണെന്നാണ് അതിൻ്റെ തുടക്കം. ഒരു ദൈവം, ആ ദൈവം സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, മരിപ്പിക്കുന്നു, പുനരുജ്ജീവിപ്പിക്കുന്നു. അതിനെല്ലാത്തിനും കഴിയുന്ന രക്ഷയും ശിക്ഷയൊക്കെ ഉള്ള ഒരു ദൈവം. അള്ളാഹു ഏകനാണ്. അത് കഴിഞ്ഞ ബാക്കിയൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. തൊപ്പി നിലപ്പാവ് ഏർപ്പാടൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അള്ളാഹു ഏകനാണ്. അതാണ് ഇസ്ലാം. ആ ഏകനായ ദൈവം സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, മരിപ്പിക്കുന്നു, പുനരുജ്ജീവിപ്പിക്കുന്നു അല്ലേ?
അതാണ് ഇസ്ലാം. ഏതൊന്നിൽ നിന്നാണോ ജീവജാലങ്ങളെല്ലാം പിറന്നത് കൊണ്ട് അവയെല്ലാം ഏതൊന്നിലാണോ പുലരുന്നത്, പിന്നീട് അവയെല്ലാം ഏതൊന്നിലാണോ വിലയം പ്രാപിക്കുന്നത്, അതാണ് ബ്രഹ്മം എന്നാണ് തൈത്തിരീയ ഉപനിഷത്ത് പറഞ്ഞത്. അപ്പൊ ഞാനീ പറഞ്ഞ അതിട്ട് എന്താ വ്യത്യാസം? ഹിന്ദുക്കൾക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അവർക്ക് ശുചീന്ദ്രനുണ്ട്, രാമേശ്വരുണ്ട്, ശ്രീരംഗുണ്ട്, കുംഭകോണുണ്ട്, മൂടബിദ്രിയുണ്ട്, ചിത്രാളുണ്ട്, മധുര മീനാക്ഷി ഉണ്ട്, തഞ്ചാവൂർ ബൃഹദീശ്വരുണ്ട്, കൽക്കത്തയിലെ കാളി ക്ഷേത്രമുണ്ട്, കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട്, ശബരിമലയുണ്ട്. അവിടെയൊക്കെ ഓരോ തരത്തിലുള്ള ആരാധന ഉണ്ട്. തിരുവനന്തപുരത്ത് അനന്ത പത്മനാഭൻ കിടക്കുവാണ്, ശബരിമലയിൽ സ്വാമി ഇരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഓരോ മാതിരിയുള്ള ക്ഷേത്രങ്ങൾ, ഓരോ മാതിരിയുള്ള ആരാധനകളുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടെന്നല്ല. വേദങ്ങളാണ് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. വേദങ്ങളാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ വേദങ്ങളിലെല്ലാം പറയുന്നത് ഏകയേവ 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 എന്ന് ആവർത്തിച്ച് പറയാം. ഒന്ന് മാത്രമേ ഉള്ളൂ. രണ്ടില്ലാത്ത വിധം ഒന്നാണ്, മൂന്നില്ലാത്ത വിധം ഒന്നാണ്, നാലില്ലാത്ത വിധം ഒന്നാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക 10 തവണ. 10 ഇല്ലാത്ത വിധം ഒന്നാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ദൈവം ഒന്നാണെന്ന്. പിന്നെ എന്താണ് പല തരത്തിലുള്ളത്? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു യാത്രികനായിരുന്നു, ഇപ്പം ഞാനൊരു പ്രഭാഷകനാണ്. ഞാൻ മടങ്ങി എൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ ഭാര്യയ്ക്ക് ഞാൻ ഭർത്താവാണ്, മക്കൾക്ക് ഞാൻ അച്ഛനാണ് അല്ലെങ്കിൽ ബാപ്പയാണ്. മക്കൾ എന്നെ ബഹുമാനിക്കുന്നത് ബാപ്പ എന്നുള്ള മനോഭാവത്തിലാണ്, ഭാര്യ എന്നെ ബഹുമാനിക്കുന്നത് ഭർത്താവ് എന്ന നിലയിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ബഹുമാനം എന്നോടുണ്ടെങ്കിൽ ഒരു പ്രഭാഷകൻ എന്ന നിലയിലാണ്, അല്ലേ? യാത്രികനാകുമ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു സഹയാത്രികനോടുള്ള റെസ്പെക്റ്റ് എനിക്കുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ തന്നെയാണ് സഹോദരന്മാരെ. ഈ അച്ഛനും ഈ ഭർത്താവും ഈ പ്രഭാഷകനും ഈ യാത്രികനും എന്നെ ഖാദർ തന്നെയാണ്. വ്യത്യാസമില്ല. അതുപോലെ ദൈവത്തിന്റെ വ്യത്യാസപ്പെട്ട ജോലികൾക്കനുസരിച്ച് അതിന്റെ വ്യത്യാസപ്പെട്ട വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഹിന്ദുക്കൾ അവിടെ ആരാധിക്കുന്നു. ആ ഓംകാരനാഥം ഓം എന്ന് പറയുന്നു, നമ്മൾ ആമീൻ എന്ന് പറയുന്നു, ക്രിസ്ത്യാനികൾ ആമേൻ എന്ന് പറയുന്നു, നമ്മൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയുന്നു, ക്രൈസ്തവർ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നു. ഒന്ന് ഹീബ്രു ആണ്, മറ്റേത് അറബിയാണ്. ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഒന്ന് തന്നെ ചെയ്യണം, എല്ലാവരും ഒന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാവരുടെ ആഗ്രഹം ഒന്നാണ്, സമാധാനപരമായിട്ട് ജീവിക്കണം എന്നാണ്. 56 പുസ്തകമാണ് മത്തായി എഴുതിയ സുവിശേഷം, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയ സുവിശേഷങ്ങൾ, ഉൽപ്പത്തി, വെളിപാട്, ജെറമിയ, യഹസ്കേൽ, യാക്കൂബ്, സഭാപ്രസംഗി, പിന്നെ ദിനവൃത്താന്തം, രാജാക്കന്മാർ, ഉത്തമഗീതങ്ങൾ, വിലാപം ഒക്കെ പറഞ്ഞ 66 പുസ്തകമുണ്ട്. അവന്മാര് ഒന്ന് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നെ പഠിക്കാത്ത നമുക്ക് അവരെ 66 പഠിക്കാത്തതിന് കുറ്റം പറയാൻ പറ്റും. അപ്പൊ അവർക്ക് അതൊന്നും സത്യത്തിൽ അറിഞ്ഞൂടാ. ഹൈന്ദവ സഹോദരന്മാരുടെ കാര്യം അതിലേറെ കഷ്ടമാണ്. ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് അവരെ പുസ്തകം കയറ്റാൻ തുടങ്ങിയാൽ ആ ലോറി നിറഞ്ഞതിന് ശേഷം ഒരു ഓട്ടോറിക്ഷകളുടെ പുസ്തകം ഇവിടെ ബാക്കിയുണ്ടാവും. ബൃഹദാരണ്യകം, ഉപനിഷത്ത്, വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, സ്മൃതികൾ, ശ്രുതികൾ, ഇതെല്ലാം കൂടി ഒരുപാടുണ്ട്. അപ്പോൾ അവരിതൊക്കെ പഠിക്കാത്തതിന് അത് കുറ്റം പറയാൻ പറ്റും. ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ കുറച്ച് മുമ്പ് ഈ ആലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് എറണാകുളം ജില്ലയിൽ ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ ഒരു മുസ്ലിം ലീഗുകാരൊക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചു. എൻ്റെ കഷ്ടകാലം, എനിക്കതുകൊണ്ട് അതുവരെ പോകേണ്ടി വരും. അവൻ തോറ്റിരുന്നെങ്കിൽ ഞാൻ അവിടെ പോണേ. അവൻ ജയിച്ച് അവൻ സ്വീകരണം കൊടുത്തപ്പോൾ അവൻ മലപ്പുറത്ത് വന്ന് എന്നെ വിളിച്ചോണ്ട് പോയി. ഞാൻ പറഞ്ഞു, പൊന്നു സുഹൃത്ത്, ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്ത് കരുനാഗപ്പള്ളിക്ക് പിന്നെ വന്നതുപോലെ പിന്നെ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടി എന്തിനാണ് എറണാകുളത്ത് വന്നത് എന്ന് ചോദിച്ചു. കരുനാഗപ്പള്ളിക്ക് വന്നത് ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ ഖാദർക്ക് അവിടെ ധാരാളം ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ്, 75%. 25% ഹിന്ദു മുസ്ലിമും കൂടി ഉണ്ട്. എന്നിട്ടും അവരൊക്കെ എനിക്കാണ് വോട്ട് തന്നത്, ഞാനാണ് ജയിച്ച്. അതുകൊണ്ട് എൻ്റെ ഒരു സ്വീകരണമാണ്. ക്രിസ്ത്യാനികൾക്കൊക്കെ പറ്റിയ രീതിയിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ കള നല്ലതെന്ന് വിചാരിച്ച് വിളിച്ചാണ് എന്നെ കൊണ്ടുപോയി. അപ്പം ഞാനത് ബഹുമാനിച്ച്, അദ്ദേഹത്തെ ബഹുമാനിച്ച് ഞാനവിടെ പോയി പ്രസംഗമൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി സൗഹാർദ്ദ പ്രതിനിധികളായിട്ട് പൗലോസ് മാഷുണ്ട്, ത്രേസ്യാമ്മ ടീച്ചറുണ്ട്, ആന്റണി ചെറിയാനുണ്ട്, അവരൊക്കെ സ്റ്റേജിലുണ്ട്. ലീഗിലല്ലെങ്കിലും UDF-ന്റെ ഒക്കെ ആൾക്കാരായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും അദ്ദേഹത്തെ ബഹുമാനിച്ച് അവരെയൊക്കെ ബഹുമാനിച്ച് പറഞ്ഞു, തീർച്ചയായും യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നവനാകുന്നു, ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്തെന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തന്നെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നാമുമായി തീരുവാൻ ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. മത്തായി 5-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വചനം. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ യുവന്മാർക്കൊക്കെ ഭയങ്കര തൃപ്തി. ആ യോഗം കഴിഞ്ഞൊരു വീട്ടിൽ ഊണ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി പോയപ്പോൾ ഈ പൗലോസ് മാഷ് എന്നോട് ചോദിക്കുകയാണ്, അല്ല സാറേ, സാർ ഇപ്പൊ പറഞ്ഞതൊക്കെ ആ പുസ്തകത്തിലുള്ളതാണെങ്കിൽ അതൊന്ന് വായിക്കണല്ലോ. ഏത് പുസ്തകം? ബൈബിള്. അതിപ്പോ പൗലോസ് മാഷ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാം. പക്ഷെ നിങ്ങളെല്ലാവരും സ്ഥിതി അത് തന്നെയാണ്. പറ്റുമെങ്കിൽ ആ പുസ്തകം ഒന്ന് നിങ്ങൾ വായിക്കണം എന്നാ പറയണ്ടേ. ഏത് നമ്മളെ പുസ്തകം?
അപ്പോ അത്രയുള്ള മുസ്ലിങ്ങൾക്ക് ഇതൊന്നും. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം? നമ്മളിങ്ങനെ വിഡ്ഢികളായാലുള്ള ഗുണം എന്താ? നരേന്ദ്രമോദിക്ക് ഗുണം, അമിത്ഷാക്കാണ് ഗുണം. അവർക്ക് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാൻ എളുപ്പം സാധിക്കും. അവര് കുറി നോക്കിയിട്ടും വേഷം നോക്കി, അതല്ലാണ് പറഞ്ഞത്. കപ്പട നോക്കിയാൽ അറിയാം. നരേന്ദ്രമോദി പറഞ്ഞില്ലേ, വസ്ത്രം നോക്കിയാൽ അറിയാം ആരാണ് പ്രക്ഷോഭത്തിൽ ഇറങ്ങിയത്. മുസ്ലിം കുട്ടികൾ കണ്ടിട്ട് ഇല്ലേ? അവിടെ വസ്ത്രം നോക്കിയാൽ നമുക്ക് പ്രധാനമന്ത്രി ആരാന്ന് മനസ്സിലാവും. കാരണം എന്താ? മഹാത്മാഗാന്ധി അല്ലാന്ന് മനസ്സിലായല്ലോ. മഹാത്മാഗാന്ധിക്ക് തുണിയാണെങ്കിൽ ഇയാൾക്ക് വോട്ടാണല്ലോ അല്ലേ? ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ നിങ്ങൾ പോയി നോക്കി. ഞാൻ പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ പോയിട്ടുണ്ട് ഒരു പരിപാടിക്ക്, ഒരു സർവ്വമത സമ്മേളനത്തിന് വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉമ്രക്ക് എന്ന മാതിരി വെളുത്തോ ഒരു മുണ്ടും പൊതിച്ചിരിക്കുക. അതുപോലെ തന്നെ ഞാൻ പ്രജാപിത ബ്രഹ്മകുമാരിയുടെ ലോക ആസ്ഥാനമായിട്ടുള്ള മൗണ്ട് ആബുവിൽ പോയിട്ടുണ്ട്, രാജസ്ഥാൻ. അവിടെ 10 ദിവസം പോയി ഞാൻ താമസിച്ചിട്ട് അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ നേരം എടുത്ത എല്ലാവരും ധ്യാന നിരതരായിരിക്കുന്ന ഒരു വെള്ളമുണ്ട് പൊതിച്ചൊരു വെള്ളത്തുണ്ടെടുത്തിട്ടാണ്. എവിടെയല്ലാത്ത സത്യസായി ബാബയുടെ പുട്ടപ്പുറത്തിയിൽ ഒരു ദിവസം എന്നെ വിളിച്ച് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. ഒരു ഓണത്തിന് ഞാനൊരു ഗസ്റ്റ് ആയിരുന്നു അവിടെ. ആ പുട്ടപ്പുറത്തിൽ ചെല്ലുമ്പോൾ അവിടെ മുമ്പിൽ ഇരിക്കുന്നവർ മുഴുവൻ വെള്ള വസ്ത്രധാരികളാണ്. നമ്മൾ ഉമ്രക്ക് പോയിട്ടുണ്ട്, പോയി നോക്കുമ്പോൾ അവിടെയും തന്നെയാണ്. ഇപ്പൊ എന്താ തമ്മിലൊക്കെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഉണ്ടായിക്കൂടായിക എന്താ പ്രശ്നം? അപ്പൊ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലും ക്രിസ്ത്യാനികളും തമ്മിലൊന്നും ഒരു തെറ്റില്ല. നമുക്ക് ഈ സംഗതി ഒന്നും അറിയില്ല. അതൊക്കെ നമ്മളെ തമ്മിലടിപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് സഹായകരമായിട്ട് നമ്മൾ നിന്നു കൊടുക്കരുത്. ഹിന്ദു നല്ല ഹിന്ദു ആവണം, മുസ്ലിം നല്ല മുസ്ലിമാണ്, ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു ഞാൻ നല്ലൊരു ഹിന്ദുവാണ്. അവിടെ വെച്ച് മഹാത്മാഗാന്ധി നിർത്തിയിരുന്നെങ്കിൽ നമുക്കൊരു വിഷമം തോന്നും. അദ്ദേഹം രാഷ്ട്രപിതാവ് കേട്ട് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. അദ്ദേഹം നിർത്തിയില്ല. ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനുമാകുന്നു. എന്താ വേണ്ടത്? നല്ലൊരു ഹിന്ദു ആയ ഒരാൾ ക്രൈസ്തവനും ഇസ്ലാം മതവിശ്വാസിയെ പോലെ തന്നെ നല്ലവനായി തീരുന്നതാണ് അതിൻ്റെ അർത്ഥം. മഹാത്മാഗാന്ധിയുടെ ഒരു നയം അതാണ്. അപ്പൊ നമ്മളതൊക്കെ ബഹുമാനിക്കണ്ടേ? മഹാത്മാഗാന്ധി എന്താ നിങ്ങൾ വിചാരിച്ചു? നമ്മുടെ രാഷ്ട്രപിതാവ്. എന്തിനാണ് അദ്ദേഹത്തിന് വെടിവെച്ചു വന്നു? കരാറ് പാലിക്കുന്നവനാണ് ഇസ്ലാം എന്നല്ലേ നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ഒരു കരാർ ഉണ്ടാക്കിയാൽ അത് ലംഘിക്കാൻ ഒരിക്കലും തയ്യാറില്ല, പാടില്ല. അതാണ് ഇസ്ലാമിന്റെ തത്വം. അതൊക്കെ നമ്മൾ പാലിക്കാറുണ്ടോന്ന് സംശയം. മഹാത്മാഗാന്ധി പാലിച്ചിട്ടുണ്ട്. പാകിസ്ഥാനായിട്ട് ഇന്ത്യയെ വെട്ടിമുറിച്ചൊരു കഷ്ണം ഒരു കൂട്ടർ കൊണ്ടുപോയപ്പോൾ നമ്മളൊന്നും അവരെ കൂടെ പോകാതെ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാരുടെ കൂടെ പട്ടിണിയായാലും സുഖമായാലും ദുഃഖമായാലും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ഇന്ത്യയിൽ നിന്നവരാണ് നമ്മൾ. പാകിസ്ഥാനിലേക്ക് പോയവരല്ല. അങ്ങനെ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് വെട്ടിമുറിച്ചപ്പോൾ ഓഹരി വെക്കുമല്ലോ സമ്പത്ത്. അങ്ങനെ 75 കോടി റുപ്യ പാകിസ്ഥാനിക്ക് പൈസ ആയിട്ട് കൊടുക്കണം എന്ന് തീരുമാനിച്ചു. കരാറുണ്ടാക്കി ഒപ്പിട്ടു. പത്തായും കസേരയും മേശയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പങ്കുവെച്ച് കൊണ്ടുപോയപ്പോൾ 75 കോടി പണമായിട്ട് അവർക്ക് കൊടുക്കണം തീരുമാനിച്ചു. 20 കോടി കൊടുത്തുള്ളൂ അന്നത്തെ ഗവൺമെന്റ്, നെഹ്റുവിന്റെ ഗവൺമെന്റാണ്. 20 കോടി കൊടുത്തപ്പോഴേക്ക് തന്നെ അവർ നമ്മളെ ആൾക്കാരായിട്ട് തമ്മിൽ തർക്കവും ആളുകൾ കൊല്ലലും ഹിന്ദു മുസ്ലിമും അതിർത്തി സംഘർഷവും വർഗീയ കലാപം വന്നപ്പോൾ നമ്മളായാലും ഒരു നാട്ടുമര്യാദ അനുസരിച്ച് ഇനി അവന് പൈസ കൊടുക്കണ്ടെന്ന് തീരുമാനിക്കൂലേ? ശത്രുവല്ലേ അവൻ. അങ്ങനെ നെഹ്റു ഗവൺമെന്റിനും പൈസ കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞു ഞാൻ സത്യാഗ്രഹം കിടന്ന് മരിക്കുന്നത്. ആ 55 കോടി ഇപ്പൊ പാകിസ്ഥാന് കൊടുക്കണം. എന്തിനു കൊടുക്കണം? പാകിസ്ഥാൻ ശത്രു രാജ്യമല്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ എഴുതിപ്പോയി. കരാറാണ്, കരാറ് പാലിക്കണം. അതുകൊണ്ട് 55 കോടി പാകിസ്ഥാന് കൊടുക്കണമെന്ന് പറഞ്ഞ് സത്യാഗ്രഹം ഇരുന്നാണ് മഹാത്മാഗാന്ധി. പിന്നെ എങ്ങനെ RSS കൊല്ലാണ്ടിരിക്കുക? അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതല്ല, കരാറ് പാലിക്കുന്നതിന് വേണ്ടി. അദ്ദേഹത്തിന്റെ സത്യസന്ധത കൊണ്ട്, അഹിംസ കൊണ്ട്, ദൈവവിശ്വാസിയായത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. ആ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എത്ര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണ് എത്ര നൂറ്റാണ്ടുകളായിട്ട് നമ്മളിവിടെ കഴിയുക. എത്ര നൂറ്റാണ്ടുകളായിട്ട് സഹസ്രാബ്ദങ്ങളായി നമ്മൾ കഴിയുക. ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ്. വ്യത്യാസപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജാതിയും മതവും ഒക്കെ കൂടിയിട്ട് 6427 ജാതി, 29 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളും ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഈ വിഷയം ഒരു മുസ്ലിം വിഷയമേ അല്ല. ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് മുസ്ലിംസ്. അത് അഭിമാനകരമായ മുസ്ലിം സമുദായത്തിന്റെ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പാർട്ടി ഉണ്ടാക്കിയതെന്ന് ഖായിദ മില്ലത്ത് മുഹമ്മദ്. ഇപ്പൊ ഇന്ത്യയുടെ സ്ഥിതി എന്താ? ഇപ്പൊ നമുക്ക് അസ്തിത്വം തന്നെ, എക്സിസ്റ്റൻസ് ഈസ് ബീയിങ് ക്വസ്റ്റ്യൻഡ്, എക്സിസ്റ്റൻസ് ഈസ് ബീയിങ് ത്രെട്ടൻഡ്, ചാലഞ്ച്ഡ്. അസ്തിത്വം തന്നെ ഇല്ലാണ്ടായ പിന്നെ അഭിമാനത്തിന്റെ പ്രശ്നമുണ്ടോ? അപ്പൊ അഭിമാനം വിട്ടിട്ട് അസ്തിത്വം സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ നമ്മൾ ഏർപ്പെട്ടത്. ഇത് ഒരു പഴയ മാതിരിയല്ല. ഇപ്പൊ വിവരമുള്ള ആൾക്കാരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, നിങ്ങളെല്ലാം നല്ലവരാണ്. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ നല്ല വിവരമുണ്ട്, അവരെല്ലാം ഉഷാറായി വന്നിരിക്കണം. അതുകൊണ്ട് ഈ സമരം നമുക്ക് ജയിച്ചേ പറ്റൂ. നരേന്ദ്രമോദിയും അവരുടെ പാർട്ടിയും അവരുടെ മുന്നണി അത്ര ചെറുതാണെന്ന് നിങ്ങൾ കരുതണ്ട. അവർക്ക് അമേരിക്കൻ ചാരസംഘടനയായ CIA പിന്തുണയുണ്ട്, ഇസ്രായേലിലെ മൊസാദിന്റെ പിന്തുണയുണ്ട്, അവർക്ക് ഈ പറഞ്ഞ സകല മുതലാളിമാരെയും പിന്തുണയുണ്ട്, കോർപ്പറേറ്റ് ഭീമന്മാരുടെ പണമുണ്ട്.
സമ്പത്തുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്, സൗകര്യങ്ങളുണ്ട്. പട്ടാളത്തിന് നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കരസേന, വ്യോമസേന, നാവികസേന, 3 സേന, 3 തലവന്മാര്. എന്തിനാ നെഹ്റു അങ്ങനെ വെച്ചത്? ഒരു തലവനും വെക്കാണ്ടിരുന്ന ഇവർ തമ്മിൽ യോജിക്കാതിരിക്കാൻ വേണ്ടിയാ, ഇവർ തമ്മിൽ കൂടിയാലോചന നടക്കാണ്ടിരിക്കാൻ വേണ്ടിയാ, ജനാധിപത്യം നഷ്ടപ്പെടാതിരിക്കാനാ, പട്ടാളക്കാർക്ക് അധികാരം പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാ. അദ്ദേഹം ഇപ്പൊ ചെയ്ത പണിയുണ്ടെങ്കിൽ ബിപിൻ റാവത്ത് അദ്ദേഹത്തിനെ പിടിച്ച് സർവ്വ സൈന്യാധിപനാക്കി വെച്ചു. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ യോഗ്യത, റിട്ടയറായി, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ യോഗ്യത അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്നത് മാത്രമാണ്. അപ്പൊ ഒരാളോട് പറഞ്ഞാൽ ഇപ്പൊ പട്ടാളത്തിന് എന്ത് വേണമെങ്കിലും ഏത് വഴിക്കും നയിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കും. അതിനുള്ള പണി അയാൾ എടുത്തു കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞു, പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞു. നീതി ആയോഗ് കൊണ്ടുവന്നു, പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടു, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, തൊഴിലില്ല, 27% തൊഴിലില്ലായ്മ വർദ്ധിച്ചു. കഷ്ടപ്പാടാണ്. അത് ഹൈന്ദവ സഹോദരന്മാർക്ക് വേണ്ടിയല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല, ഇന്ത്യക്കാർക്ക് വേണ്ടിയല്ല, ഒരു വിഭാഗം മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണ്. ഇത് തന്നെയാണ് ഹിറ്റ്ലറും ചെയ്തത്. നിങ്ങൾ ജനാധിപത്യമാണെന്ന് വിചാരിച്ച് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമൊക്കെ ശരിയാണെന്ന് കരുതി നിങ്ങളിപ്പോൾ എവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടോ? ജനാധിപത്യ വിശ്വാസികളെ കൂട്ടമായി അണിനിരക്കുവിൻ. നിങ്ങൾക്കൊരു സമാധാനം, ജനാധിപത്യത്തെ വിശ്വസിച്ച പ്രശ്നം തീർന്നു. ആ ജനാധിപത്യത്തിനല്ലേ ചങ്ങാതിമാരെ ഈ നരേന്ദ്രമോദിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചെടുത്തത്? നിങ്ങൾ ജനാധിപത്യം എപ്പോഴും ശരിയാ. നിങ്ങളൊരു 15 ആള് യോഗം ചേർന്നിട്ട് ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുക, 14 ആള് ഭൂരിപക്ഷത്തോടു കൂടി. അത് ജനാധിപത്യ. ഭൂരിപക്ഷം ഉണ്ടല്ലോ, ഒന്നുകൂടെ കൊല്ലാൻ പറ്റുമോ? അതിനൊരു നീതി ഉണ്ടാവണം, അതിനൊരു ധർമ്മം ഉണ്ടാവണം. ഭൂരിപക്ഷ പ്രകാരം തീരുമാനം എടുക്കാന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ബോർഡ് യോഗം കൂടി പ്രസിഡന്റിനെ കൊല്ലാൻ ബാക്കി മെമ്പർമാർ ഒരുമിച്ച് തീരുമാനിച്ച പ്രസിഡന്റിനെ കൊല്ലാൻ പറ്റുമോ? ജനാധിപത്യമാണ്, ഭൂരിപക്ഷ ബോർഡ് തീരുമാനമാണ്. സെക്രട്ടറിക്ക് നടപ്പിലാക്കേണ്ടി വരില്ല, പ്രസിഡന്റിനെ കൊല്ലേണ്ടി വരില്ലേ? അങ്ങനെയല്ല ജനാധിപത്യം. ജനാധിപത്യത്തിലൊരു നീതി വേണം. ആകാൻ ഉള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം. വ്യത്യസ്തത പുലർത്താനുള്ള, നിങ്ങൾക്ക് വ്യത്യസ്തത പുലർത്താനുള്ള, തനിമ പുലർത്താനുള്ള, മുസ്ലിമിന് മുസ്ലിമായും, ഹിന്ദുക്കൾക്ക് ഹിന്ദുവായും, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായും, മലയാളിക്ക് മലയാളിയായും, തമിഴിന് തമിഴനായും ജീവിക്കുവാനുള്ള വ്യത്യാസങ്ങൾ നിലനിർത്തുമ്പോൾ മാത്രമേ ജനാധിപത്യം ഉണ്ടാവൂ. യേശുവിനെ പിടിച്ചു കൊണ്ടുപോയി കുരിശിൽ തറക്കാൻ വേണ്ടി പിലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപന്റെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പിലാത്തോസ് സംസാരിച്ചപ്പോൾ യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ജഡ്ജിന് മനസ്സിലായി. യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ എങ്ങനെങ്കിലും അദ്ദേഹത്തിനൊന്ന് വെറുതെ വിടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ജനം കോടതിന് മുമ്പിൽ കൂടി നിൽക്കുകയാണ്. ഇന്നത്തെക്കാൾ വലിയ ജനാധിപത്യമാണ്. അപ്പൊ യേശു ചോദിച്ചു അവിടെ കൂടിയിരുന്ന ആൾക്കാരോട്, ഇന്നത്തെ ദിവസം ഒരു ക്രിമിനൽ കുറ്റവാളിയെ വിട്ടയക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ബാറബ്ബാസ് എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ ഇവിടെ ജയിലിൽ കിടക്കുന്നുണ്ട്, അവനെ വിടണോ ഞാൻ യേശുവിനെ വിടണോ ചോദിച്ചു. ജനാധിപത്യം ആർത്തി വിളിച്ചാൽ എന്താ അറിയോ? യേശുവിനെ ക്രൂശിക്കുക, ബാറബ്ബാസിനെ വിട്ടയക്കുക. ആ ഒച്ചയാണ് ഇപ്പോഴും കേൾക്കുന്നത്. അപ്പൊ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയാന്ന് വിചാരിക്കണ്ട. ജനാധിപത്യത്തിലൂടെയാണ് ഹിറ്റ്ലർ അധികാരത്തിൽ വന്നത്. ഞാൻ ജനാധിപത്യത്തെ ഭയപ്പെടുന്ന ആളാണ്. കാരണം എന്തായിരുന്നു? ജനാധിപത്യത്തിലൂടെ ഏകാധിപത്യത്തിലേക്ക് ഒരു വഴിയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എല്ലാ ജനാധിപത്യം ശരിയല്ല. ജനങ്ങൾ നിങ്ങൾ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്തോളൊന്നുമില്ല. അതിന് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യം വേണം. നമ്മളെല്ലാവരും യോഗ്യരായെങ്കിൽ മാത്രമേ ജനാധിപത്യം യോഗ്യമാകുള്ളൂ. നമുക്കെല്ലാവർക്കും തിരിച്ചറിവും വിവേകം ഉണ്ടാകുമ്പോഴേ ജനാധിപത്യം നന്നാവുള്ളൂ. അപ്പോഴേ നമ്മൾ അർഹതപ്പെട്ട രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തുള്ളൂ. ഇപ്പം അതെല്ലാം നടക്കുന്നത്. അതാണ് പ്രശ്നം. ഹൈന്ദവ സഹോദരന്മാരെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തരുത്. അവരിൽ മഹാഭൂരിപക്ഷവും നമ്മളെ പക്ഷത്താണ്. അവരാണ് മതേതരത്വം സംരക്ഷിക്കുന്നത്. നമുക്ക് എല്ലാവരും ഇതിൽ വേണം. ഇതിൽ നിങ്ങൾ രാഷ്ട്രീയം നോക്കാൻ പാടില്ല, ജാതി നോക്കാൻ പാടില്ല, മതം നോക്കാൻ പാടില്ല. മാർക്സിസ്റ്റ് പാർട്ടി, പ്രതിപക്ഷം, ഭരണകക്ഷി ഞങ്ങൾ ഒരുമിച്ച് പ്രമേയം നിയമസഭയിൽ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ ആ പ്രമേയത്തെ ഗവർണർ നിരാകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ, ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവ സഹോദരന്മാരെ നമ്മൾ വിശ്വസിക്കണം. ആ ഹൈന്ദവ സഹോദരന്മാരാരും BJP അല്ല. നിങ്ങൾ അവരെ അങ്ങോട്ട് ആട്ടി ഓടിക്കരുത്. ആവശ്യത്തിലേറെ ചാടി വീണിട്ട് ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരന്മാരെ മുഴുവൻ BJPയുടെയും RSSലേക്കും ആട്ടി ഓടിക്കരുത്. ഇന്ത്യയിൽ 79.8% ഹിന്ദുക്കളാണ്. 2011 കണക്കനുസരിച്ച് ഇപ്പൊ അതിലേറെ ഉണ്ടാവും. അന്ന് 14% മുസ്ലിങ്ങളാണ്, 13.47% മുസ്ലിങ്ങളാണ്, 2.6% ക്രൈസ്തവരാ, 1.2% ബുദ്ധമതസ്ഥരാ, 1% താഴെ ജൈന മതസ്ഥര 2011. അപ്പോ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കള് അവരാരും നമുക്കെതിരല്ലല്ലോ, അവരാരും BJPക്കാരല്ലല്ലോ, അവര് മതേതരത്വം ഇവിടെ നിലനിർത്തിയവരാണല്ലോ. മുസ്ലിങ്ങൾ മുഴുവൻ വിചാരിച്ചാൽ മതേതരത്വം നിൽക്കൂല, ക്രിസ്ത്യാനികൾ മാത്രം വിചാരിച്ചാൽ നിൽക്കൂല, ഹിന്ദുക്കൾ വിചാരിച്ചെങ്കിലും മതേതരത്വം നിലനിൽക്കും. അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഉണ്ടായ കാലം തൊട്ട് ഇന്ത്യയിൽ മതേതരത്വം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും ഹൈന്ദവ സഹോദരന്മാരാണ്. അവരെയാണ് നമുക്ക് വേണ്ടത്. അവർ വിചാരിച്ചാൽ തന്നെ വാസ്തവത്തിൽ എന്ത് സംഭവിക്കുള്ളൂ? മതേതരത്വത്തെ ഇന്ത്യയിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച നല്ലവരായ ഹൈന്ദവ സഹോദരന്മാരോട് നമുക്ക് സ്നേഹവും നന്ദിയും
അവർ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ആവശ്യം മാത്രമല്ല അത്. മുസ്ലിങ്ങളെ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികളുടെ നേരെ തിരിയും, ക്രിസ്ത്യാനികളുടെ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ തിരിയും. അവർക്ക് ഇഷ്ടമില്ലാത്ത സംശയിക്കപ്പെടുന്ന സകലരുടെയും നേരെ ഈ നിയമം അവർ കർശനമായിട്ട് നടപ്പിലാക്കും. അപ്പൊ ഇന്ത്യ രാജ്യത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യത്തെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അത് കഴിഞ്ഞ് നമുക്ക് ഗുൽസാരിലാൽ നന്ദ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരായി. അവരൊക്കെ മതേതര ശക്തികളായിരുന്നു, അവരൊക്കെ മുസ്ലിങ്ങളാണ്, അവരൊക്കെ അന്യ സമുദായക്കാരല്ലേ. എന്നിട്ട് നമുക്ക് വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നമില്ല. എന്ന് മാത്രമല്ല, മുസ്ലിം സഹോദരന്മാരുടെ വൈ.വി. ചന്ദ്രചൂഡ് 1986 സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സമയത്തൊരു നിയമം പാസ്സാക്കിയിരുന്നു. മുസ്ലിം വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചുള്ള ഒരു നിയമം പാസ്സാക്കിയിരുന്നു. ആ ഷാബാനു കേസിൽ അവർക്ക് ഈ 125-ാം വകുപ്പാണ്, CRPCയിൽ 125-ാം വകുപ്പേ ബാധകമാകുള്ളൂ. അപ്പൊ അതിനെതിരായി ബനാത്തോല സാഹിബ് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. ഞങ്ങൾക്ക് ഈ നിയമം, ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കണം എന്ന്. അന്ന് രാജീവ് ഗാന്ധിയാണ് ബനാത്തോലയോട് പറഞ്ഞത്, ഈ നിയമം നിങ്ങൾ കൊണ്ടുവരണ്ട, ഞാൻ കൊണ്ടുവരാം. അങ്ങനെയാണ് അദ്ദേഹം തന്നെ നേരിട്ടൊരു നിയമം ഉണ്ടാക്കി വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ഒരു നിയമം ഉണ്ടാക്കിയത്. ഇപ്പൊ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹം മതപരമായിട്ട് ലിസ്റ്റ് പ്രകാരം ഹിന്ദുവാണ്, വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നമുക്കെന്താ പ്രശ്നം? നമ്മളാരെങ്കിലും പറഞ്ഞ ഇവിടെ മുസ്ലിം മുഖ്യമന്ത്രിയാണ്, നമുക്കെന്താ പിണറായി വിജയൻ ആയതുകൊണ്ട് കുഴപ്പം? നിങ്ങൾക്ക് എന്താണ് ഇവിടെ രാമചന്ദ്രൻ MLA ആയതുകൊണ്ട് കുഴപ്പം? ഇവിടെ കോവൂർ കുഞ്ഞുമോൻ ആയതുകൊണ്ട് എന്താ കുഴപ്പം? വിജയപിള്ള ആയതുകൊണ്ട് എന്താ കുഴപ്പം? അതൊക്കെ മുസ്ലിങ്ങളാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി ഈ രാജ്യം മുഴുവൻ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയാണ്.